ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും തുറന്നു കഴിഞ്ഞാൽ മല്ലു ട്രാവലറിനെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസുകളാണ്. മല്ലു ട്രാവലർ യൂട്യൂബ് നിർത്തുന്നു, ഫേസ്ബുക്ക് നിർത്തുന്നു, ഇൻസ്റ്റാഗ്രാം നിർത്തുന്നു, എന്തോ വലിയ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഈ മല്ലു ട്രാവലർ തന്നെ ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നു, എനിക്കെന്തോ വലിയ അസുഖമാണ്, അതാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് പുള്ളി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയൊരു കണ്ടൻറ്റാണ്. കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖമാണെങ്കിൽ കാര്യം പറയാം. ഇത് വന്നിട്ട് പറയുന്നു, നിങ്ങൾ തന്ന സപ്പോർട്ടിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി, ഓക്കെ. എന്നിട്ട് പറയുന്നു, ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ അസുഖം എന്തോന്നൊക്കെ. അതെന്ത് ഫേസ്ബുക്കിലങ്ങ് പറഞ്ഞാൽ പോലെ അവിടെ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെയൊക്കെ ഞാനും വിചാരിച്ചു, അയ്യോ എന്തോ വലിയ അസുഖമാണ്, അതാണ്. ഇത് പുള്ളി തന്നെ സ്വന്തമായിട്ട് ഒരു റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് ഇന്നലെ അത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഈ മല്ലു ട്രാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തോ ഒരു പുള്ളിയുടെ ഒരു ഭാഗ്യം കൊണ്ട് ഈ കൊറോണ സമയത്ത് കുറേ ഉടായ്പകളൊക്കെ കാണിച്ച് എന്തോ ഒരു ഭാഗ്യത്തിന് കൊണ്ട് അങ്ങ് ക്ലിക്കായി. കുറേ ഉടായ്പകൾ കാണിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല. പിന്നെ ഇതൊക്കെ സീക്രട്ട് ഏജൻറ്റിനെ പോലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് തന്നെയാണ് പണി കിട്ടുന്നത്. പിന്നെ എനിക്ക് മല്ലു ട്രാവലിനോട് പറയാനുള്ളത്, നമ്മളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. നമുക്കും ഒരു കാര്യം ഇങ്ങനെ പറയണത് കേൾക്കുമ്പം ഇത് സത്യസന്ധമാണോ എന്താണെന്ന് അറിയാൻ പറ്റും. നിങ്ങളെന്തായാലും യൂട്യൂബിൽ വേണ്ടി നിങ്ങൾ ഇപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങളെ റീച്ചിന് വേണ്ടിയിട്ട്.